എന്തിന് SBI അങ്ങനെ ചെയ്യണം? SBIയോട് മാച്ചിങ് എക്സസൈസ് നടത്താൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. സുഭാഷ് ചന്ദ്ര ഗാർഗ് ഇലക്ട്രൽ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തെ ധനകാര്യ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം കരൺ ഥാപ്പറിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, റെഡിലി അവൈലബിൾ ഡാറ്റയാണ്, ഒറ്റ ദിവസം മതി ഈ ഡാറ്റ ഫർണിഷ് ചെയ്യാൻ വേണ്ടി. മുമ്പ് ചെയ്തിട്ടുണ്ട്. 2019 SA ബോബ്ഡെയുടെ ബെഞ്ചിൽ കേസ് വന്നപ്പോൾ SBI തന്നെ സീൽഡ് കവറിൽ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോടതിക്ക് ബോധ്യം വരുന്ന വിധത്തിൽ ഇലക്ഷൻ കമ്മീഷന് കൈമാറാൻ കഴിയുന്ന ഡാറ്റയായിരുന്നു. അയ്യോ അത് പറ്റില്ലേ, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലേ, ജൂൺ 30 വരെ വേണമേ എന്ന് എന്തിന് SBI പറഞ്ഞു എന്നൊരു വലിയ ചോദ്യമുണ്ട്. രാജ്യത്തെ 1-ാം നമ്പർ പൊതുമേഖലാ ബാങ്ക്, നമ്മുടെ ബാങ്കിങ് ബിസിനസിന്റെ വലിയൊരു ഭാഗം നടത്തുന്ന ബാങ്ക് അങ്ങനെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനെ ധിക്കരിച്ചു പോലും ഭരണകൂട വിധേയത്വം കാണിക്കേണ്ട ഒരു സംവിധാനമാണോ? നോക്കൂ, അതിൽ SBI എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നറിയാൻ SBIയുടെ അഫിഡവിറ്റ് തന്നെ എടുത്ത് വായിച്ചാൽ മതിയല്ലോ. ഹരീഷ് സാൽവെ വളരെ കൃത്യമായിട്ട് കോടതിയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ അത് ചെയ്യാൻ കഴിയാത്തത്. യഥാർത്ഥത്തിൽ ഹരീഷ് സാൽവെ എന്ന് പറയുന്ന അഭിഭാഷകന്റെ ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കോടതി നടപടി എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കേണ്ടിയിരുന്നത്? ഫെബ്രുവരി 15-ാം തീയതി വിധി വരുന്നു. മാർച്ച് 6-ാം തീയതിക്കുള്ളിൽ ഈ പറയുന്ന കംപ്ലീറ്റ് ഡാറ്റ, അതായത് ഏതൊക്കെ ഡേറ്റുകളിൽ ബോണ്ട് ഇഷ്യൂ ചെയ്തു, എത്ര ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തു, ആരൊക്കെയാണ് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഈ ബോണ്ടുകൾ എവിടെ നിന്നൊക്കെയാണ് റിഡീം ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ പാർട്ടികളാണ് എത്ര ബോണ്ടുകൾ വീതമാണ് റിഡീം ചെയ്തിട്ടുള്ളത്, ഓരോ പാർട്ടിക്ക് എത്ര കിട്ടി തുടങ്ങിയിട്ടുള്ള മുഴുവൻ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡാറ്റയും ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇത്രയും ഡാറ്റ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം എന്താ? കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ പദ്ധതി തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നത് വളരെ രഹസ്യാത്മകത ഉറപ്പുവരുത്തുന്ന പോലെയാണ്. അവിടെ ഒരാൾ ചെന്ന് ബോണ്ട് എടുക്കുന്ന സെന്ററിൽ തന്നെ ആവണമെന്നില്ല ഈ ബോണ്ട് റിഡീം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഓരോ പാർട്ടിക്കും എല്ലാ ബാങ്കുകളുടെ അക്കൗണ്ടുകളിലും കറണ്ട് അക്കൗണ്ടുകൾ വേണമെന്നുണ്ട്. ഇത് സെൻട്രലൈസ്ഡ് ആയിട്ട് റിഡീം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത് തമ്മിൽ മാച്ചിങ് എക്സസൈസ് നടത്താൻ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. സോ മറ്റുള്ള പ്ലെയിൻ ഡാറ്റ മാത്രം മതിയെങ്കിൽ ഈ ചർച്ചയിൽ ഇടുന്നതുകൊണ്ട് നിങ്ങൾ തന്നെ എത്ര വട്ടം ഇതിന്റെ പ്ലെയിൻ ഡാറ്റ പറഞ്ഞു. ഇപ്പോൾ MR അഭിലാഷ് ആണെങ്കിലും ജ്യോതികുമാർ ചാമക്കാലി ആണെങ്കിലും 2-3 തവണ 22,000 ബോണ്ടുകളാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്നോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ശ്രീ അഭിലാഷ് തന്നെ ചോദിച്ചു 15,000 കോടി രൂപയുടെ ബോണ്ടുകളാണ് ആകെ വിറ്റിട്ടുള്ളത്. അതിൽ 6,500 കോടി രൂപ BJPക്കാണ് കിട്ടിയത്, ഇത്ര കോടി രൂപയെ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളൂ. അതായത് ഈ പ്ലെയിൻ ഡാറ്റ എന്നൊക്കെ പറയുന്നത് പൊതുമണ്ഡലത്തിലുള്ളതാണ്. അതിൽ യാതൊരു രഹസ്യാത്മകതയില്ല. അതിൽ കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണ്? ഇലക്ഷൻ കമ്മീഷന് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ വിവരത്തിൽ നിന്നാണ് ഈ ഡാറ്റ വരുന്നത്. SBIയോട് നിങ്ങൾ എത്ര ബോണ്ട് കൊടുത്തു, ആരാണ് ആ ബോണ്ട് വാങ്ങിച്ചത്, എത്ര രൂപയ്ക്കുള്ള ബോണ്ടാണ് വാങ്ങിച്ചത്, രാഷ്ട്രീയ പാർട്ടികൾ എത്ര റെഡീം ചെയ്തു, ഈ വിവരം ചോദിച്ചാൽ ആ വിവരം കൊടുക്കണം. ആര് ആർക്ക് കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഇനിയും മനസ്സിലാക്കാൻ സംവിധാനം ഉണ്ടല്ലോ. ഈ പ്രാഥമികമായ വിവരം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോ വേറൊരു ഡാറ്റ പറയുന്നത് പോലെ അല്ല. പ്രാഥമികമായിട്ട് വിവരം ഇപ്പം കൊടുക്കേണ്ടു. ഇന്നത്തെ വിധി കൊണ്ട് അതാണ് സംഭവിച്ചത്. കാരണം എന്താണ്? ഇന്ന് ഹരീഷ് സാൽവെ പറഞ്ഞു അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ മറ്റേ ഫെബ്രുവരി 15 തൊട്ട് മാർച്ച് 11 വരെയുള്ള 26 ദിവസം SBI എന്ത് ചെയ്യായിരുന്നു എന്ന്. നമ്മൾ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു രാജ്യത്ത് 24% ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥാപനമാണ്. ഒഴിവുള്ള സമയത്ത് അവർ ബാങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബോണ്ട് വിൽക്കലും ബോണ്ട് വാങ്ങലും മാത്രമല്ലല്ലോ SBIയുടെ പണി, ബാങ്കിങ് എന്ന് പറയുന്നൊരു പണിയുണ്ടല്ലോ. ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ കൂടെ ഈ പറയുന്ന അധികപ്പണി ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട്. സുപ്രീം കോടതി ഉത്തരവിനെ ഇതുപോലെ ഇത്രയും എന്താ പറയാ ഇത്ര ബഹുമാനമില്ലാത്ത വിധത്തിലാണ് രാജ്യത്തെ പൊതുമേഖലാ ബാങ്ക് 1-ാം നമ്പർ ബാങ്ക് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണോ? അവർക്ക് വേറെ പണിയുണ്ട് എന്നുള്ളതൊക്കെ അവര് വേറെ പണിയെടുക്കുന്നുണ്ടല്ലോ. എല്ലാ ഉദ്യോഗസ്ഥരും കൂടി ഇരുന്ന് ഈ ഡാറ്റ തയ്യാറാക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടല്ലോ, അതാണ് അടുത്ത പ്രശ്നം. ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന പോലെ 25,000 ബ്രാഞ്ചിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചാൽ പോരെ എന്ന് പറയുന്നത് ഈ പദ്ധതിയെ പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഇരിക്കുന്ന ഒരു ബാങ്കിങ് ഉദ്യോഗസ്ഥന് ഈ ഡാറ്റയൊന്നും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അങ്ങനെയാണ് അതിന്റെ ട്രാൻസ്പെറൻസിയും അതിന്റെ സീക്രസിയും ഉറപ്പുവരുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹരീഷ് സാൽവെ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്ന ഡിജിറ്റൽ ഇൻഫർമേഷൻ ആയിട്ടല്ല, ഇത് 2 സിലോസിലായിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ 2 സിലോസിലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയെ കൃത്യമായിട്ട് വേർതിരിച്ചറിഞ്ഞ് മാച്ചിങ് എക്സസൈസ് നടത്താൻ ഞങ്ങൾക്ക് സമയം വേണം. അപ്പോൾ സാധാരണഗതിയിൽ എന്താ സംഭവിക്കേണ്ടിയിരുന്നത്? ഫെബ്രുവരി 15-ാം തീയതി വിധി പറഞ്ഞു, മാർച്ച് 6-ാം തീയതിക്കുള്ളിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞു. മാർച്ച് 6-ാം തീയതി ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഈ
പറയുന്ന ADR എന്ന് പറയുന്ന സംഘടനയുടെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പെറ്റീഷൻ വരുന്നത്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ SBIക്കെതിരെ എന്ത് വരണം? കണ്ടംപ്റ്റിന് നടപടികൾ ഉണ്ടാവണം. അപ്പോൾ കഴിഞ്ഞ ദിവസം SBI എന്ത് ചെയ്തു? ഞങ്ങൾക്ക് ജൂൺ 30 വരെ എക്സ്റ്റൻഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എക്സ്റ്റൻഷൻ പെറ്റീഷൻ കൊടുത്തു. അപ്പോൾ വാദം എന്തിന്റെ മുകളിലായി? എക്സ്റ്റൻഷൻ പെറ്റീഷന്റെ മുകളിലായി. എക്സ്റ്റൻഷൻ അനുവദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലായി. കോടതി പറഞ്ഞു ജൂൺ 30 വരെ എക്സ്റ്റൻഷൻ അനുവദിക്കാൻ പറ്റില്ല, നാളെ തന്നെ തരണം എന്ന് പറഞ്ഞു. ഈ ഡാറ്റ അവർ തന്നെ അവരുടെ അഫിഡവിറ്റിൽ പറയുന്നത് പ്ലെയിൻ ഡാറ്റയാണെങ്കിൽ ഈസിലി ആക്സസബിൾ ആണെന്നാണ്. അതായത് എത്ര ബോണ്ട് വന്നു, ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര ബോണ്ടിലൂടെ എത്ര പണം കിട്ടി, ഈ പ്ലെയിൻ ഡാറ്റ മതിയെങ്കിൽ അത് ഈസിലി ആക്സസബിൾ ആണ്. അവിടെ SBI ശ്രമിച്ചത് എന്തിനാന്ന് വെച്ചാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പെറ്റീഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പെറ്റീഷൻ കോടതി എടുത്തില്ല. കോടതി ഇന്നത്തെ എക്സ്റ്റൻഷൻ പെറ്റീഷൻ എടുത്തുകൊണ്ട് ഞങ്ങൾ കണ്ടന്റ് നടപടികൾ നല്ല ഒരു അഭിഭാഷകന്റെ നാളെ 5 മണിക്കുള്ളിൽ ഈ വിവരം നൽകിയില്ലെങ്കിൽ കോടതി പറയുന്നുണ്ട് വിൽഫുൾ ഡിസൊബീഡിയൻസ് ആയി ഞങ്ങൾ കണക്കാക്കും, ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന്. ഒരു ദിവസം കൂടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കോടതി അധികമായി അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ കൊടുക്കണം. ഇന്ന് കോടതി വിധിയുടെ അവസാന ഭാഗം നിങ്ങൾ എടുത്തു നോക്കൂ. അതിൽ ഹരീഷ് സാൽവെ രണ്ടാമത് ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതായത് കോടതി പറയുന്നത് 22,000 ബോണ്ടുകളിൽ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബോണ്ടുകളുടെ എക്സിക്യൂഷൻ ഡേറ്റും കാര്യങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ അത് കുറെ ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറയുമ്പോൾ എന്താണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറയുന്നു, വി നെവർ ആസ്ക്ഡ് യു ടു ഡു എ മാച്ചിങ് എക്സസൈസ്, ജസ്റ്റ് ഫർണിഷ് ദ പ്ലെയിൻ ഡീറ്റെയിൽസ്. അതായത് എന്താണ് ആകത്തുകയുള്ള വിവരം മാത്രം ഫർണിഷ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ജസ്റ്റിസ് RV ഗവായ് പറയുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡീറ്റെയിൽസ് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് നാളെ SBI ഫർണിഷ് ചെയ്യാൻ പോകുന്നത് ഇത്ര രൂപയുടെ ബോണ്ടുകൾ ഞങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിൽ ഇത്ര രൂപയുടെ ബോണ്ടുകൾ BJP ആണ് റിഡീം ചെയ്തിട്ടുള്ളത്, ഇത്ര രൂപയുടെ ബോണ്ടുകൾ കോൺഗ്രസ് ആണ് റിഡീം ചെയ്തിട്ടുള്ളത്, ഇത്ര രൂപയുടെ ബോണ്ടുകൾ BSP ആണ്. അല്ല BJPക്ക് എത്ര കിട്ടി, കോൺഗ്രസിന് എത്ര കിട്ടി എന്ന് നമുക്കറിയാം. ആര് ഈ ബോണ്ട് വാങ്ങി പിന്നെ നടത്താം, ആര് ഈ ബോണ്ട് വാങ്ങി എന്നുള്ളത് നമുക്കറിയണമല്ലോ. അവിടെയുള്ള ചോദ്യം ഇത് കേന്ദ്ര സർക്കാരല്ല, BJP ഒരു ദിവസത്തിൽ നിങ്ങൾ ആവശ്യമുള്ളത്ര ബോണ്ടുകൾ മേടിച്ചോളൂ എന്നൊരു പ്രഖ്യാപനം പറഞ്ഞപ്പോൾ ആൾക്കാർ ചെയ്തതല്ല. ഇത് രാജ്യത്തിന്റെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വിമർശിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ ഈ നിയമം പാസ്സാക്കിയപ്പോൾ, അതായത് ഈ ഫിനാൻസ് ബില്ല് പാസ്സാക്കിയ സമയത്ത് 4 നിയമങ്ങൾ അമെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഇൻകം ടാക്സ് ബില്ലുണ്ട്, ഫിനാൻസ് നമ്മുടെ എന്താണ് FEMA ഫോറിൻ മണി റെഗുലേഷൻ നിയമങ്ങളുണ്ട്, അതേപോലെ തന്നെ കമ്പനീസ് ആക്ട് ഉണ്ട്. ഈ നിയമങ്ങളൊക്കെ അമെൻഡ് ചെയ്ത് എങ്ങനെയാ? ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുടെ കൂടി പിന്തുണയോട് കൂടിയിട്ടാണ്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയോട് കൂടിയിട്ടാണ്. അങ്ങനെ രാജ്യത്തിന്റെ ശങ്കുറ്റിദാസ്, ഈ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്തെങ്കിലും ഡിസ്കഷൻ പാർലമെന്റിൽ നടന്നതിന്റെ രേഖ താങ്കൾക്ക് ഹാജരാക്കാമോ? അല്ലല്ല, ഏതെങ്കിലും ഒരു ഡിബേറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ എന്തെങ്കിലും ഒരു ഡിബേറ്റ് നടന്നതായിട്ട് താങ്കൾക്ക് രേഖാമൂലം ബോധ്യപ്പെടുത്താമോ? രാജ്യസഭയെ ബൈപ്പാസ് ചെയ്തു പറഞ്ഞ് സത്യമല്ലേ? എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? താങ്കൾ ഒരു വക്കീൽ കൂടിയല്ലേ?